നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? രതീഷ്. എവിടെന്നാ വിളിക്കുന്നത് സാർ? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ, കേക്കാം. ഹലോ ഹലോ സർ. ഹലോ, പറഞ്ഞോളൂ സർ. പറഞ്ഞോളൂ. എന്റെ 4 പല്ല് ഫ്രണ്ടിലെയും താഴത്തെയും കിളന്നിരിക്കുക. അപ്പം ബാക്കി പല്ലെല്ലാം താണാ, അണപ്പല്ലല്ല. അത് ശരിയാക്കാവല്ലോ. മോണെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എന്തോരം പൊങ്ങിയിട്ടുണ്ട്, എത്രമാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റും? എത്ര വയസ്സായി? എനിക്ക് 21. അപ്പൊ അത് കമ്പിയിട്ട് ശരിയാക്കാൻ മനസ്സാണോ? കമ്പ്യൂട്ടർ. അപ്പൊ അത് ഒന്ന് കൊണ്ട് കാണിച്ചാലേ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പം ഡോക്ടർ കോഴഞ്ചേരി കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ എതിർവശത്തായിട്ട് വരും ഞങ്ങളുടെ ക്ലിനിക്ക്. കോലഞ്ചേരി ആട്ടോ, കോഴഞ്ചേരി അല്ല. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളത്തിന് പോണ വഴിക്ക് 10-15 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ സർ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ സാർ, അപ്പോൾ നമ്മൾ എൻസ്കോപ്പിനെ കുറിച്ച് പറയായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞു അത് തിരിച്ച് ഒരിക്കൽ കൂടി ആ പ്രശ്നം വരാനുള്ള ചാൻസ് വളരെയധികം കുറവാന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലല്ലാതെ വേറെ ഏതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം? എൻസ്കോപ്പ് എന്ന് പറയുന്നത് എൻസ്കോപ്പ് പല്ല് പൊങ്ങിയത് താത്തി, വിടവുള്ളത് താത്തി, മുടമ്പലുള്ളത് കറക്റ്റ് ചെയ്ത് കമ്പി കെട്ടി പല്ല് താത്തുന്ന സ്ഥാനങ്ങളിലെല്ലാം ഇതും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് അതിന്റെ ചെലവ് എത്രയാവും? ചെലവ് ഇപ്പൊ നമ്മൾ ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ എത്ര പല്ല് താത്തണമെന്ന് വെച്ചാൽ അതനുസരിച്ചിരിക്കും ചെലവ് വരുന്നത്. ഒരു പല്ലിന് വരുന്നത് ഒരു പല്ലിന് ഒരു 4000 രൂപ മുതൽ ഒരു 10000 രൂപ വരെ ചെലവാണ് കൂടുതൽ. അത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചും അതിന് എത്രമാത്രം പണി വരുന്നതനുസരിച്ചുമായിരിക്കും അതിന്റെ കോസ്റ്റ്. അതുകൊണ്ട് നമുക്ക് റഫായിട്ട് പറയാനൊക്കെ ഓരോ പേഷ്യൻസിനും ചിലരുടെ 4 പല്ല് നന്നാക്കിയാൽ മതിയായിരിക്കും, ചിലരുടെ 8 പല്ല് ശരിയാക്കണമായിരിക്കും, ചിലരുടെ 12 പല്ല് ശരിയാക്കണമായിരിക്കും. അപ്പൊ അതനുസരിച്ച് അവരുടെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ സാർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഇത് റാന്നിന്ന് നാൻസി ആണേ. മാഡം സംസാരിച്ചോളൂ മാഡം. ഹലോ, എന്നാ ഉണ്ട് ഡോക്ടർ? എനിക്ക് 6 വയസ്സുള്ള ഒരു മോനുണ്ട്. ആ മോന്റെ പല്ല പിടിപ്പുഴുപ്പല്ല. അപ്പം ഇപ്പം 2 പുതുതായിട്ട് കിളിക്കുന്നുണ്ട് പറഞ്ഞത്. അപ്പൊ ഇനിയും അത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതോ ഇനി അങ്ങനെ വരുമോ ഭാവിയിലേക്ക്? അല്ല, ഈ ഇപ്പൊ ഉള്ളത് മുമ്പത്തെ 6 12 പല്ലല്ലേ അങ്ങനെ അങ്ങ് പോയിരിക്കുന്നത്. മൊത്തം അത് കാണത്ത് പോലും സാറില്ല. പുറയിലത്തെ പല്ലൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇത് വൃത്തിയായിട്ട് തേച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതെ. സാർ കോള് കട്ടായെന്ന് തോന്നുന്നു. സാർ കണ്ണു വെച്ചു. സാർ എന്താ ഉത്തരവാ കൊടുക്കാനുള്ളത്? അല്ല, അതിപ്പം അവർക്ക് ബ്രഷ് ചെയ്യണ കാര്യത്തിൽ കൊച്ചിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഫ്രണ്ടിലെ പല്ലെല്ലാം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കൂടുതൽ ഉപയോഗിക്കേണ്ട, വലിയ മിഠായി തിന്നുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതിന്റെ ആഫ്റ്റർ കെയർ, അത് കഴിച്ചിട്ട് വൃത്തിയാക്കുന്നതിനകത്തെല്ലാം കുറവുണ്ടെങ്കിൽ അത് ആദ്യമേ ശരിയാക്കുക എന്നുള്ള ഒന്നാമത്. ഇപ്പൊ ഈ നേരത്തെ പല്ല് പോയി എന്ന് വെച്ചിട്ട് പിന്നെ വന്ന പല്ലുകൾ പോകണം എന്നില്ല. ഇല്ല, അത് നമ്മളൊന്ന് സൂക്ഷിക്കുക. കാരണം 6 വയസ്സായി. ഇനി കൊച്ചിന് തന്നെ കുറച്ചുകൂടെ ഒരു അവയർനെസ്, പല്ല് സൂക്ഷിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. നേരത്തെ പല്ല് പോയല്ലോ എന്നുള്ളത് കൊണ്ട് ഇനി വരുന്ന പല്ലുകൾ പോകണം എന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡെന്റിസ്റ്റിനെ കാണിച്ച് എന്തെങ്കിലും കേട് വരുന്നുണ്ടോ, കാരണം ഇനി ഒരു പല്ല് നഷ്ടപ്പെടരുത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉള്ളത് പോയതും സാരമില്ല, എല്ലാം തിരിച്ചു വരും. 20 പല്ല് വായിലുള്ളതെല്ലാം മാറി വരണമല്ല, ആദ്യത്തെ 20 പല്ല്. ഓക്കെ സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് സാർ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കാവാലം. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ സാർ. ചോദിച്ചോളൂ. ഹലോ, എന്റെ പല്ല് ചുമന്നിരിക്കുന്നേ, എന്താണ് ഡൗട്ട്? അത് എന്ത് പറ്റിയതാ? എന്താ ചുവന്നിരിക്കാൻ കാരണം? എന്തെങ്കിലും സ്റ്റെയിൻസ് പല്ലെ പറ്റാനുള്ളത് എന്തെങ്കിലും ടോണിക്ക് കഴിക്കുവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ പല്ലിന്റെ ഷേപ്പ് തന്നെ മോശമാണോ? തീരെ ഈ ഹൈപ്പോപ്ലാസ്റ്റിക് ഇനാമൽ എന്ന് പറയും, ഇനാമല് അതുപോലെ ഇറഗുലർ ആയിട്ട് ചീത്തയായി പോയിട്ട് ചുവപ്പ് നിറത്തിൽ വരും. അപ്പൊ എന്തുകൊണ്ടാ വന്നതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞെങ്കിൽ അതിന് പ്രതിവിധി ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ. എന്താണേലും കറക്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. ഇനിയിപ്പോ എങ്ങനെ നിറം മാറിയിരിക്കുകയാണെങ്കിലും നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ, അതിനെ കുറിച്ച് പേടിക്കണ്ട. എത്ര വയസ്സായി? എനിക്ക് 23. അപ്പൊ അത് കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ലില്ല. അപ്പൊ പല്ലൊക്കെ നല്ലോണം നന്നാക്കി എടുക്കണം എത്രയും വേഗം. ഓക്കെ സാർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ.